അസ്ലമോയമാണ്. ഒരുപാട് ആളുകൾ മഞ്ഞ് പെയ്യുന്ന മണാലിയിൽ, മഞ്ഞ് പെയ്യുന്ന കാശ്മീർ, മഞ്ഞ് പെയ്യുന്ന ഉത്തരാഖണ്ഡ്, മഞ്ഞ് പെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുടുംബമായിട്ടും അതുപോലെ തന്നെ ഒറ്റക്കും ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രിക്കോഷൻസ് എന്ന്. അത് ചെറിയൊരു ടിപ്സാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചത്. നമ്മൾ ഈ പാക്കിംഗ് എസെൻഷ്യൽസ്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. OMV യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പാക്കിംഗ് എസെൻഷ്യൽ നമ്മൾ വരുന്നത് ഡ്രസ് ഇൻ ലെയേഴ്സാണ്. അപ്പോൾ നമ്മൾ വിൻ്റർ യാത്രകൾ പ്രത്യേകം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് നമ്മൾ ഏതൊക്കെ എങ്ങനെ ധരിക്കണം എന്നുള്ളതാണ്. 3 ലെയേഴ്സാണ് ശരിക്കും പറയാറുള്ളത്. ഒന്ന് തെർമൽ ഇന്നവേഴ്സ്, അത് നമ്മൾ ടോപ്പും കിട്ടും, അതുപോലെ തന്നെ ബോട്ടം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡിക്കാത്ലോൺ പോലുള്ള ബ്രാൻഡുകൾ, അതുപോലെ തന്നെ കൊളംബിയ പോലുള്ള ബ്രാൻഡുകൾ, ഇഷ്ടം പോലെ ട്രാവൽ ആക്സസറീസ് കൊടുക്കുന്ന ബ്രാൻഡുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റിൽ പോലും അവൈലബിൾ ആണ്. അതിൽ തെർമൽ ഇന്നവർ, അതിന് മുകളിൽ ഫ്ലീസ് എന്ന് പറഞ്ഞ സംഭവം, അതിൻ്റെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് ധരിക്കുക. പിന്നെ ജാക്കറ്റ്സ് ഓരോ ടെമ്പറേച്ചറിന് -0 to -15 ഡിഗ്രി, -15 ഡിഗ്രി ടു -30 ഡിഗ്രി, അതുപോലെ തന്നെ 0 to 15 ഡിഗ്രി, ഇങ്ങനെയുള്ള വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ജാക്കറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് ടെമ്പറേച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനനുസരിച്ചുള്ള ജാക്കറ്റ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അടുത്തതാണ് നമ്മൾ വാട്ടർ പ്രൂഫുള്ള ഷൂസ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടാകുക, മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്തൂടെ പോകുന്നുണ്ടാകുക. അപ്പോൾ ഇന്നലെ വീണ മഞ്ഞിൻ്റെ നമ്മൾ ചവിട്ടുമ്പോഴേക്ക് നമ്മൾ ഉള്ളിലേക്ക് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ കാലിലേക്ക്, നമ്മുടെ സോക്സിലേക്കൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഷൂ ഒക്കെ വാങ്ങിക്കുമ്പോൾ വാട്ടർ പ്രൂഫ് വാങ്ങിക്കുക. 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ. അതിന് മണാലിയിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ റെൻറ്റിന് ഇത് കിട്ടും, അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റെഗുലറായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഒരു വാട്ടർ പ്രൂഫ് ഷൂ ഇപ്പോൾ ഡിക്കാത്ലോണിലൊക്കെ ചെറിയ 2700-3000 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. ഇനി മറ്റുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ഹാൻഡ് വാമറാണ്. ഹാൻഡ് വാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ നമ്മുടെ ഇവിടെ ചൂടാക്കാൻ വേണ്ടി ഒരു സംഭവമാണ്. ചെറിയ പൈസക്ക് സാധനം കിട്ടും, അതൊരു ഭയങ്കര ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ വൂളൻ സോക്സും വൂളൻ ഗ്ലൗവും. സാധാ സോക്സും സാധാ ഗ്ലൗവും അല്ല, വൂളൻ ടൈപ്പുള്ള അവർ ഹാൻഡ് മെയ്ഡായിട്ട് കിട്ടുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ ഹിമാചലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഇങ്ങനെ തുന്നി ഉണ്ടാക്കുന്ന ഒരുപാട് സോക്സും ഗ്ലൗസൊക്കെ ഉണ്ടാവും, അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് സൺഗ്ലാസ്. നമ്മൾ പലപ്പോഴും നമ്മളിപ്പം ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഐസുള്ള ഈ ഗുൽമർഗ്, അതുപോലെ തന്നെ നമ്മുടെ പെഹൽഗാം അല്ലെങ്കിൽ ആറുവാലി, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗുൽമർഗൊക്കെ താഴ്വാരാണ്, അങ്ങനെ മഞ്ഞുകൊണ്ട് ഐസ് ഇങ്ങനെ ഫുള്ള് വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ആകാശം വെള്ളമായിരിക്കും. നമ്മൾ കണ്ണടിച്ചു പോകും ചിലപ്പോൾ, ഇത് ചൂടും കൊണ്ടും മറ്റും കൊണ്ടും. ഇപ്പോൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഈ UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്സൊക്കെ അവൈലബിൾ ആണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. ഇനി സ്കാർഫ്, അതുപോലെ തന്നെ നെക്ക് ഗൈറ്റർ, ഇത് രണ്ടും നമ്മളെ കഴുത്തിനെ സംരക്ഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിക്കുന്ന ചെറിയ കുട്ടികളെ കൂട്ടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? 1 വയസ്സുള്ള കുട്ടിയുണ്ട്, 6 മാസമുള്ള കുട്ടിയുണ്ട്. 6 മാസം കുട്ടിയിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യില്ല. പക്ഷേ 1 വയസ്സുള്ള കുട്ടികൾക്ക് ഇന്ന് ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, 9 മാസമുള്ള എൻ്റെ മോനെയൊക്കെ കൊണ്ടുപോയി യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, ചെറിയ കുട്ടികളാണെങ്കിലും വലിയാണെങ്കിലും കഴുത്ത് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുക, ചെവി നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുക, മൂക്ക് കൃത്യമായിട്ട് കവർ ചെയ്യുക. തണുപ്പ് ഏറ്റവും കൂടുതൽ പ്രശ്നമില്ല, പക്ഷേ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയാണ്. നമ്മൾ തണുപ്പുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡീഹൈഡ്രേഷനിൽ പോകാൻ പറ്റില്ല. എന്നും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തലവേദന ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു തലവേദനയൊക്കെ വരും. അപ്പോൾ തലവേദന വന്നു കഴിഞ്ഞാൽ തന്നെ അന്നത്തെ യാത്ര മൊത്തം പോകും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ദാഹിക്കുന്നില്ലെങ്കിൽ പോലും. അടുത്തതാണ് മെഡിസിൻ. നമ്മൾ അത്യാവശ്യമാണ് മെഡിസിൻ, കോൾഡ്, ഫീവർ, അതുപോലെ തന്നെ മറ്റുള്ള മെഡിസിൻ കരുതുക. ഇനി വേറെ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ അതിൻ്റെ മെഡിസിനും കരുതുക. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മറ്റുള്ള നമ്മൾ യാത്രയിൽ കൊണ്ടുപോകുക. മറ്റൊന്ന് ലിപ് ബാമ്പാണ്. ചുണ്ടൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ -15 ഡിഗ്രിയിലൊക്കെ പെഹൽഗാമിലുള്ള സമയത്ത് ചുണ്ടൊക്കെ പൊട്ടിപ്പോണ്ട്. ലിപ് ബാമ്പ് കുറച്ചും കൂടി നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ ഡ്രൈ ആതിരിക്കും. അതുപോലെ തന്നെ സൺസ്ക്രീന്, അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ട്, അത് നമുക്ക് ഇടാം. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, അതായത് ഡ്രൈ സ്കിന്നുള്ളവർ പ്രത്യേകിച്ചിട്ട് ഭയങ്കര സ്കിന്നൊക്കെ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരും. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് ജസ്റ്റ് സെറ്റാക്കി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 7 to 8 hours നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക. എല്ലാം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹെഡേക്കും കാര്യങ്ങൾ വരും. ഉറങ്ങാതിരിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പ് കൂടുമ്പം നമ്മൾ റൂമൊക്കെ കിടിലൻ റൂമല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇല്ലാത്തത്, അതുപോലെ തന്നെ നല്ല സോക്സും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ കാല് നല്ല രീതിയിൽ തണുപ്പ് വരാത്ത രീതിയിൽ നല്ല സോക്സ് ഇട്ടും അങ്ങനെയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരില്ല. അല്ലെങ്കിൽ നമ്മൾ എത്ര കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ നമ്മളെ തെർമൽ ഇതൊക്കെയുണ്ട്, അതായത്
പുതപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഹീറ്റ് വാമർ ഉണ്ട്, അങ്ങനെയുള്ള ഈ റൂം ഹീറ്ററൊക്കെ ഉണ്ട്. അതൊക്കെയുള്ള സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം എപ്പോഴും വാമായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് വലിയ തണുപ്പ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വരില്ല. അപ്പോൾ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചീപ്പ് അക്കോമഡേഷൻ എന്നുള്ള രീതിയിൽ അപ്പുറത്ത് നമ്മൾ എടുക്കുന്ന അക്കോമഡേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അക്കോമഡേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട്, ഉറങ്ങാതിരിക്കേണ്ട ബുദ്ധിമുട്ടിലേക്ക് എത്തും. അപ്പം അതുപോലെ തന്നെ ഹൈ എനർജി സ്നാക്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ചും കൂടി ഊർജ്ജം കിട്ടും. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ യാത്ര നടത്താൻ പറ്റും. ഇനി നമ്മൾ മഞ്ഞ് പെയ്യുന്ന മണാലിയിലേക്ക്, മഞ്ഞ് പെയ്യുന്ന കാശ്മീരിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ റൂട്ട് 5 കൂടെ ഞാനൊരു യാത്ര പോകുന്നുണ്ട്. ഈ ഡേറ്റിലൊക്കെയാണ് പോകുന്നത്. വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഈ നമ്പറിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് മഞ്ഞ് പെയ്യുന്ന കാശ്മീരിലും മനോഹരമായ താഴ്വാരങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. മണാലിയിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അതിനേക്കാളുപരി നിങ്ങൾ ഈ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായിട്ട് ഈ ടിപ്സും കാര്യങ്ങളും, ഈ ഒരു ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് യാത്രകൾ പ്ലാൻ ചെയ്തോ. ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.